അതീവ ഗൗരവമേറിയ 4 രോഗങ്ങൾ ബാധിച്ചിരിക്കുന്നു. ആദ്യത്തേത് മോണോ ന്യൂക്ലിയോസിസ് എന്ന രോഗം. ഈ രോഗം ബാധിച്ചവർക്ക് തലച്ചോറിലേക്കും എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പ് കൂടി തന്നേക്കണം. ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കർമ്മ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് സരിത എസ് നായരെ. നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റുന്ന ഒരു മുഖമേ അല്ല അത്. നമ്മുടെ ഉമ്മൻചാണ്ടി സർക്കാരിനെ വെള്ളം കുടിപ്പിച്ച ഒരു വ്യക്തിയാണ് ഈ പറയുന്ന സരിത എസ് നായർ എന്ന് പറയുന്നത്. അദ്ദേഹം ആരായിരുന്നു, അദ്ദേഹം എന്തായിരുന്നു എന്നൊക്കെ മലയാളക്കരയിലുള്ള എല്ലാ മനുഷ്യർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. കുറച്ച് അധികം ആളുകൾ ചിലപ്പോൾ രാഷ്ട്രീയപരമായിട്ട് അദ്ദേഹത്തെ വിമർശിക്കുന്നവരുണ്ടാവാം, എതിർക്കുന്നവരുണ്ടാവാം, ഒക്കെ ചെയ്യുന്നവരുണ്ടാവാം. പക്ഷേ ഹൃദയത്തിൽ തീരെ മനസാക്ഷി ഇല്ലാത്ത ഒരു മനുഷ്യനായിരുന്നില്ല ഈ പറയുന്ന മരണപ്പെട്ടുപോയ ശ്രീമാൻ ഉമ്മൻചാണ്ടി എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോ ഈ ഒരു സരിത സോളാർ തട്ടിപ്പിന്റെ പേരിൽ നടന്ന കാര്യങ്ങൾ, പിന്നീട് അതിനെ ചൊല്ലി ഉണ്ടായ വിവാദങ്ങള്, പ്രശ്നങ്ങള് ഒക്കെ നമുക്കറിയാം. ഈ ഒരു വിഷയത്തില് മനസ്സിന് സമാധാനം എന്താണ് എന്ന് അറിയാതെ നരകിച്ച് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഒരു രോഗം വന്നിട്ട്, ഒരു ഗുരുതരാവസ്ഥയിൽ ഒരു രോഗം വന്ന് നമ്മൾ കിടന്ന് നരകിക്കുന്നതിനേക്കാൾ കഠിനമാണ് നമ്മൾ മാനസികമായിട്ട് നമ്മൾ നരകിക്കുന്ന ആ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ. അതായത് നമ്മുടെ ശരീരത്തിനുണ്ടാവുന്ന വേദനകൾ കുറച്ച് മെഡിസിനൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പക്ഷേ മാനസികമായിട്ട് നമ്മൾ അനുഭവപ്പെടുന്ന വേദന, അത് നമുക്ക് ഒരു മെഡിസിൻ കൊണ്ടും അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അത്തരത്തില് ഒരുപാട് മാനസികമായിട്ട് തകർന്ന് ജീവിച്ച ഒരു മനുഷ്യനാണ് ശ്രീമാൻ മരണപ്പെട്ടുപോയ ഉമ്മൻചാണ്ടി എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. എന്തായാലും ഈ ഒരു സ്ത്രീയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ശരിക്കും ഒരു കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട്, ഒരു കാലിന്റെ സ്വാധീനം തകർന്ന് ശരിക്കും എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ശരീരത്തിന്റെ പല ഭാഗങ്ങളും ജീവിച്ചിരിക്കുന്ന സമയത്ത് ശരീരം പുഴുവരിച്ചു എന്ന് കേൾക്കുന്ന ഒരു വാർത്തയുണ്ടല്ലോ, അതിനേക്കാൾ വേദനാജനകമായിട്ടുള്ള ഒരു വാർത്തയും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് ഒരു വ്യക്തി ജീവനോടെ ഇരിക്കുന്ന സമയത്ത് അവരുടെ ശരീരത്തില് അതായത് പുഴുവരിക്കുന്നു എന്നുള്ളൊരവസ്ഥ, അത് നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. അതായത് ഈ സ്ത്രീയുടെ ശരീരഭാഗങ്ങളിൽ ബ്രസ്റ്റിന്റെ ഭാഗമായാലും വജൈന പാർട്ടായാലും കാലിന്റെ ആയാലും കയ്യിലായാലും പല ഭാഗങ്ങളും ഇതുപോലെ ചെറിയ വ്രണങ്ങളുണ്ടായി, പിന്നീട് അത് പഴുത്ത് ചീഞ്ഞ് അതിൽ നിന്ന് പഴുപ്പും ചലങ്ങളുമായിട്ട് ആ ഒരു രീതിയിൽ അനങ്ങാൻ പോലും പറ്റാതെ ആ ഒരു കിടക്കയിൽ ഒരേ കിടപ്പ് കിടക്കുന്ന സരിത എസ് നായരെ കുറിച്ചിട്ട് നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. പണ്ട് അവർ നടന്ന പ്രൗഢിയും പണ്ട് അവർ കാണിച്ചു കൂട്ടിയ പരാക്രമങ്ങളും ഒക്കെ ആർക്കും മറക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. നിങ്ങളുടെ മനസ്സിൽ അത് എപ്പോഴും മറയാത്ത ഒരു ചിത്രമായിട്ട് കിടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇവിടെ രാഷ്ട്രീയപരമായിട്ട് നമുക്ക് ഈ ഒരു വിഷയത്തെ കാണേണ്ട കാര്യമില്ല. രാഷ്ട്രീയം എന്തോ ആവട്ടെ, രാഷ്ട്രമാണ് മികച്ചത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ ഒരു വിഷയത്തെ ഒരിക്കലും രാഷ്ട്രീയവൽക്കരിക്കേണ്ട കാര്യമില്ല. ഈ പറയുന്ന സരിത എസ് നായർ ആ ഒരു ഉമ്മൻചാണ്ടി സർക്കാരിനെ പെടുത്തിയ പെടാപാടുകളെ കുറിച്ചിട്ടൊക്കെ ഒട്ടുമിക്ക ആളുകൾക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഈ ഒരു സ്ത്രീയുടെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറഞ്ഞാൽ അത് കാണുന്നവർക്ക് വളരെ സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ചോരത്തിളപ്പുള്ള പ്രായത്തിൽ പലരും പലതും കാണിക്കും. പക്ഷേ അത് പിന്നീട് ഒരു ബൂമറാങ്ക് പോലെ നമ്മുടെ മുന്നിലേക്ക് തന്നെ നേരെ തിരിഞ്ഞു വരുന്ന ഒരു സമയം ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ഇവരുടെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയെ കുറിച്ചിട്ട് അവര് തന്നെ പറയുന്നത് കേട്ടിട്ട് വരാം. എന്താണ് ആക്ച്വലി അസുഖം? അത് ഞാൻ അയച്ചു തരാം സാർ. അത് നോക്കി ഇവിടെ ഫോൺ എടുക്കാൻ സമ്മതിക്കത്തില്ല. അതാണ്. ഹോസ്പിറ്റലാണോ? അതെ ഫോണ് സമ്മതിക്കത്തില്ല. സ്ലോ പോയിസൺ ഇതായത് തന്നെയാണോ സംഭവം? അല്ല, ഒരുപാട് കാരണങ്ങൾ അതിനകത്ത് വന്നിട്ടുണ്ട്. അവർക്ക് ഇത് ഇങ്ങനെയുള്ള അസുഖങ്ങളുടെ എന്താ പറയാ, അതിന്റെ സോഴ്സ് എങ്ങനെയാണെന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ വർഷങ്ങളായില്ലേ, ഇപ്പൊ 2018 തൊട്ട് തുടങ്ങിയതാണിത്. അപ്പൊ ഇനിയിപ്പോ നോക്കണം സാർ അതെന്താണ്. ഈ സ്ലോ പോയിസൺ കഴിച്ചാൽ പ്രഥമ ദൃഷ്ടിയ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല, ഘട്ടം ഘട്ടമായിട്ടാണോ ഉണ്ടാവുക? അതെ അത് നമ്മളറിയില്ല. നമ്മുടെ ശരീരം മുഴുവൻ തളരുക, ആന്തരിക അവയവങ്ങൾ എല്ലാം തകരാറിലാവുക, ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വരിക, ഇതൊക്കെയാണ് അതിന്റെ ലക്ഷണങ്ങൾ. അല്ല, ഇത് നമുക്ക് ഓട്ടോ ഇമ്മ്യൂൺ റിവേഴ്സ് ആയതാണ്. അതായത് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ നമ്മുടെ പോകുന്നതല്ല അതിനകത്ത് പ്രശ്നം. ഇത് ഇമ്മ്യൂണിറ്റി പവർ നമ്മളുടെ നല്ല ശരീരത്തിന്റെ കോശങ്ങളെ ഡിസ്ട്രോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റെഡ് സെല്ല് നശിപ്പിക്കും. അതെ, നല്ല സെൽസിനെ നശിപ്പിക്കും. അപ്പം ഓട്ടോമാറ്റിക് ആയിട്ട് നെർവിനെയാണ്, എന്റെ കാലിലെ നെർവുകളെയൊക്കെയാണ് എഫക്ട് ചെയ്തത്. വാസ്കുലൈറ്റിസ് എന്ന് പറയുന്ന രക്തവാദം, അതായത് നെർവ്സിന്റെ എല്ലാം നീർവീക്കം, രക്തക്കൊള്ളികളിൽ നീർവീക്കം ഉണ്ടാക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഞരമ്പുകളുടെ മൈലിൻ ഷീറ്റ് ഉരുകി പോകും. അത് ഈ ഓട്ടോഇമ്യൂൺ കാരണമാണ് അങ്ങനെ വന്നത്. അപ്പൊ നമ്മൾ ഈ നെർവ്സ് പോകുന്ന ഭാഗത്തെ മസിൽസ് പ്രവർത്തിക്കില്ലല്ലോ, അങ്ങനെ വീക്ക്നെസ് ഉണ്ടാവും. അപ്പൊ ആദ്യമൊക്കെ എക്സ്ട്രീമിറ്റീസ്, അതായത് കാലുകളിലും കൈകളിലുമാണ് വന്നത്. പിന്നീടാണ്
ഇപ്പം ചില സമയത്തൊക്കെ കണ്ണുകളെ ബാധിക്കും. പിന്നെ അതിന് ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ ആദ്യം കണ്ണുകൾക്ക് വരുന്ന സമയത്ത് തന്നെ ട്രീറ്റ്മെന്റ് എടുത്താൽ കുറച്ച് റിവേഴ്സ് ആവും, പിന്നീട് വീണ്ടും ആഴ്ചകൾക്ക് ശേഷം ഇത് വരും. അങ്ങനെയാണ്. ഈ ഗണേശൻ വേണ്ട സഹായം ഒന്നും ചെയ്യുന്നില്ലേ നേരം? ഞാൻ ആരുടെ ഒന്നും സംസാരിക്കാറില്ല. എന്നാലും അദ്ദേഹത്തിന്റെ ഒരു കുട്ടിയല്ലേ, അപ്പം ആ കുട്ടിയെ നോക്കാനുള്ള ബാധ്യത അദ്ദേഹത്തിനല്ലേ? നമ്മൾ ആ കമന്റ് ഒഴിവാക്കുന്നതല്ലേ സർ? ഒരുപാട് കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട്. ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു 10-18 മിനിറ്റിൽ കൂടുതലുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ അത് അത്രയും കൂടി ഇവിടെ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കുകയില്ല. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ ഞാൻ ഇവിടെ വച്ചിട്ടുള്ളൂ. അപ്പൊ മനസ്സിലാക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഏതൊരു മനുഷ്യനും ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരുപാട് നന്മകൾ ചെയ്യാനും ഒരുപാട് മറ്റുള്ളവർക്ക് ദാനധർമ്മങ്ങൾ ചെയ്യാനും എല്ലാവരെയും ചേർത്ത് പിടിച്ച് സമാധാനിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും മറ്റുള്ളവരുടെ സന്തോഷത്തിൽ പങ്കുചേരാനും ഒന്നും ചിലപ്പോൾ എല്ലാവർക്കും സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യണ്ട. പക്ഷെ അങ്ങനെ ചെയ്തില്ലെങ്കിൽ പോലും ഒരു മനുഷ്യനെ പോലും ദ്രോഹിക്കാതിരിക്കുക. നമ്മൾ ആരെയും ചേർത്ത് പിടിക്കാനായിട്ട് നിൽക്കണ്ട, നമ്മൾ ആരെയും സംരക്ഷിക്കേണ്ട, നമ്മൾ ആർക്കും ഒന്നും കൊടുക്കണ്ട. പക്ഷെ ഒരു മനുഷ്യരെ പോലും, ഒരു ഒറ്റ മനുഷ്യ ജീവിയെ പോലും, മൃഗങ്ങളെ ആയാലും എല്ലാവരുടെയും ജീവനും ജീവിതവും വേദനയും എല്ലാം ഒന്ന് തന്നെയാണ്. പക്ഷെ നമ്മൾ ജീവനോടെ ഇരിക്കുന്ന സമയത്ത് ആരെയും നമ്മളായിട്ട് ഒരു തരത്തിലും ദ്രോഹിക്കാൻ പാടില്ല, ഒരു തരത്തിലും വേദനിപ്പിക്കാൻ പാടില്ല. നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഒരു പക്ഷെ ഇത്രയധികം വേദനാജനകമായ ഒരു ജീവിതം ഒരു പക്ഷെ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നമ്മള് വിശ്വാസികൾ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ തലയിലെഴുത്താണ്, പോയ ജന്മത്തിൽ ചെയ്യുന്ന പാപങ്ങളുടെ ഫലമാണ് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ ഈ ജന്മത്തിൽ ചെയ്ത പാപം എന്താണെന്ന് ഒട്ടുമിക്ക ആളുകൾക്കും അറിയാവുന്നതാണല്ലോ. ആ ഒരു സോളാറിന്റെ തട്ടിപ്പിന്റെ പേരിൽ ഈ പറയുന്ന മുഖ്യമന്ത്രി ആയിരുന്ന അന്നത്തെ നമ്മുടെ ഉമ്മൻചാണ്ടി സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയതും അയാൾ വെള്ളം കുടിച്ചതും വെള്ളം കുടിപ്പിച്ചതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിനകത്ത് സർക്കാർ എല്ലാവരും പറയുന്നത് പോലെ ഇതിനകത്ത് ഈ ഒരു വിഷയത്തിൽ 100% ഈ പറയുന്ന ഉമ്മൻചാണ്ടി സർക്കാർ 100% ശരിയായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമൊന്നും എനിക്കില്ല. കാരണം ആരും തീർത്തും പെർഫെക്റ്റ് അല്ല. 100% എടുത്തു കഴിഞ്ഞാൽ ആരും 100% പെർഫെക്റ്റ് അല്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാവാം, വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടാവാം. അതാണ് പറയുന്നത്, നമുക്ക് ഒരു വ്യക്തിയെയും 100% പെർഫെക്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇവര് ചെയ്ത തെറ്റുകൾ അത് കുറച്ച് കൂടിപ്പോയി എന്നേ പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും അതിന്റെ ഒരു പരിണിത ഫലം തന്നെയാണ് അവർ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായി നശിച്ചു പോയി. അപ്പോൾ എന്തായാലും ഒരുപാട് വേദനകൾ ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്നുകിൽ നമുക്ക് മറ്റുള്ളവരുടെ വേദനയിൽ സന്തോഷം കണ്ടെത്തേണ്ട ഒരു കാര്യമില്ല. ഒന്നുകിൽ ദൈവം അവരുടെ ആപത്തിനെ പെട്ടെന്ന് മാറ്റി കൊടുക്കട്ടെ, അല്ലെങ്കിൽ ഈശ്വരൻ എന്താണ് വിധിച്ചത് എന്ന് വെച്ചാൽ അത് കൊടുക്കട്ടെ. അത്രേ പറയാനായിട്ടുള്ളൂ. ആണോ? ഇപ്പൊ എങ്ങനെയാണ്, എന്താണ് ഇപ്പൊ പ്രശ്നം? എന്താണ് ഇപ്പൊ നെർവ്സ് ഡാമേജ് ആയതിന്റെ പിന്നെ കണ്ണിന് ചെറിയ കാഴ്ചശക്തി ഇടത് കണ്ണിന് കുറഞ്ഞു? ശരിക്കും കുറഞ്ഞോ അതോ ശകലം? ശരിക്കും കുറഞ്ഞു. അല്ല, ശകലമല്ല, നന്നായിട്ട് കാഴ്ച വന്നു. അതെങ്ങനെ ഇനി ഓപ്പറേഷൻ പറ്റത്തില്ലേ? ഇല്ല, ഓപ്പറേഷൻ അല്ല, ഇത് അവിടെ നെർവിന് ഇത് ചെയ്തതാണല്ലോ, ഇൻഫ്ലമേഷൻ ആയതാണ് നെർവില്, ഒപ്റ്റിക് നെർവില്. ഓ, അപ്പൊ അവർ ഓപ്പറേഷൻ പറ്റത്തില്ലെന്നാ പറയുന്നത്? ഓപ്പറേഷൻ പറ്റില്ല, ലേസർ ചെയ്യുന്നുണ്ട്, നോക്കാന്ന് പറഞ്ഞു. അതിന്റെ കണ്ണിന് കാഴ്ച പോകാൻ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നവരെ. നെർവ് ഡാമേജ് ആയി, പെർമനന്റ് ഡാമേജ് ആണെങ്കിൽ അങ്ങനെ ആയി പോകുമല്ലോ. പെർമനന്റ് ആക്കാതിരിക്കാൻ നോക്കുവാണ്. പിന്നെ കാലിന്റെ നടപ്പിന് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു? നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നടക്കുമ്പം കാല് പിടിക്കും. ഒരു 10 ചുവട് വെക്കുമ്പം കാല് മസ്കുലർ പ്രോബ്ലം ആയില്ല. അതിന്റെ കാലിനെ നിയന്ത്രിക്കുന്ന നെർവില് 2 നെർവ് ഡീമൈലേഷൻ ആയി, അതായത് ഉരുകി പോയല്ലോ. മൈലിൻ ഷീറ്റ് ഉരുകി പോയി, അത് ധരിച്ചു ഞരമ്പ്. അല്ല, ഇതൊക്കെ ഇത് സ്വാഭാവികമായിട്ടുണ്ടായ രോഗമല്ല, ഇങ്ങനെയാണെന്നാണോ അവർ പറയുന്നത്? അതെ അതെ അതെ, അത് ആദ്യം ഡിറ്റക്ട് ചെയ്തത് നമ്മുടെ കളിക്കവലയിലുള്ള ഒരു ഡോക്ടറാണ് ഫസ്റ്റ് ഡിറ്റക്ട് ചെയ്തത്. ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്നായ കാര്യം. ആ സമയത്ത് എന്റെ നെയിൽസിലൊക്കെ ഫംഗസ് ലൈക്ക് ഒരു ഇതും പിന്നെ വോയിസിന് നല്ല ചേഞ്ചും ഒക്കെ ഉണ്ടായിരുന്നു. കഴുത്തിന് പിടിച്ച പോലത്തെ വോയിസും, പിന്നെ ദേഹത്ത് ബ്രൗൺ കളർ പാച്ചസ് വരുന്നുണ്ടായിരുന്നു. ഇപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ കുഞ്ഞു കുഞ്ഞു രക്തക്കുഴലുകൾ പൊട്ടി നിൽക്കുന്ന റെഡ് കളർ കുമ്പിളുകളില്ലേ, അത് കയ്യില് ദേഹത്തും ഒക്കെ ഉണ്ട്. രക്തക്കുഴലുകൾ ബ്രേക്ക് ചെയ്യുന്നു. വാസ്കുലൈറ്റിസ് എന്ന് പറഞ്ഞ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ അങ്ങനെ ആയി. അതായത് എക്സ്റ്റേണൽ ബോഡി ശരീരത്തിൽ കയറുമ്പോൾ അതിനെ പിന്നെ പ്രതിരോധിക്കാൻ ശ്രമിക്കുമല്ലോ ഇമ്മ്യൂണിറ്റി. അത് തെറ്റായിട്ട് എന്റെ മറ്റുള്ള നർവ്സിനെയും ബ്ലഡ് വെസൽസിനെയും ബാധിക്കുന്നതാണ്. അല്ല, ഈ മനഃപൂർവ്വം ശരീരത്തിൽ ഇങ്ങനെ വിഷം കലർന്ന് വന്നതുകൊണ്ടാണെന്ന് പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ടല്ലേ? അത് നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം അതിന് ഈ കീമോ ഒക്കെ നമ്മൾ ചെയ്ത് നോക്കി. അപ്പോഴും എനിക്ക് എക്സ്പോഷർ ഉണ്ടായിരുന്നു. നമുക്ക് ഈ എക്സ്പോഷർ നിൽക്കുമ്പോൾ നമ്മൾ എന്ത് ട്രീറ്റ്മെന്റ് ചെയ്താലും മോശം ആവുകയല്ലേ ഉള്ളൂ, ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ ഇവര് പറഞ്ഞു വിട്ടതിന് ശേഷമാണ് കുറച്ച് പിന്നെ മരുന്നുകൾ ആദ്യം ഇതൊക്കെ എനിക്ക് ദേഹത്ത് പിടിച്ച് തുടങ്ങിയത്. ഇവര് ജനുവരി 5 പറഞ്ഞു വിട്ടു. അതിന് ശേഷമാണ് ഇതുണ്ടായത്. ഇവർക്ക് പൈസയോട് ഒരു ചെറിയ ആഗ്രഹം വന്നപ്പോൾ
വന്നതിലാണെന്നാണ് തോന്നുന്നത്. എവിടെ നിന്ന് ജനുവരി പറഞ്ഞു വിട്ടു? ഏത് ഹോസ്പിറ്റലായിരുന്നു? ഞാൻ എന്റെ കൂടെ ഉണ്ടായിരുന്ന വിനുവിനെയൊക്കെ പറഞ്ഞു വിട്ടു. അവരെ പറഞ്ഞു വിട്ടതിന് ശേഷം പറഞ്ഞു വിട്ടു. അതിനുശേഷമാണ് ഈ വിനു വളരെ നാളുകളായിട്ട് സരിത ഉണ്ടായിരുന്നല്ലേ? എന്നോട് 2014 ഒക്ടോബർ തൊട്ട് വിനു ഉണ്ടായിരുന്നു. എപ്പോഴും വിനുവിന്റെ സരിത ചിത്രത്തിന്റെ പുറകിൽ ഫോട്ടോയുടെ പുറകിൽ വിനു ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ സാറിനെ അറിയാം, എന്ത് കോൺടാക്ട് ചെയ്യണമെങ്കിലും വിനുവിന്റെ നമ്പറാണ് ഞാൻ എല്ലാം. ഞാൻ തന്നെ എത്ര തവണ വിളിച്ചിട്ടുണ്ട് വിനുവിനെ. അതെ, അങ്ങനെ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. ഒന്നും പറയണ്ട. കോവിഡൊക്കെ ആയിരുന്ന സമയത്ത് അവര് വേറെ ഇതിനൊക്കെ പോയില്ല, EMCCയുടെ കാര്യത്തിനൊക്കെ അവര് പോയിരുന്നല്ലോ, മറ്റേ ബോംബ് ബ്ലാസ്റ്റിനും ഒക്കെ. അതെ, അപ്പൊ അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ചെയ്തപ്പോൾ എല്ലാം നമ്മൾ അതിന്റെ പേരിലൊക്കെ ചെറിയ ആഴ്ചകൾ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു കുറെ കാലമായിട്ട്. പിന്നെ ഒരു വീട് ഒരു 15 പേര് 16 പേര് അടങ്ങുന്ന ഒരു കുടുംബമാണ്. അതിൽ നല്ലൊരു 6-7 കുട്ടികളുണ്ട്. അപ്പൊ നമ്മൾ പെട്ടെന്ന് എവിടെയെങ്കിലും പറഞ്ഞു വിട്ടാൽ അവർക്ക് ആ കുട്ടികൾക്ക് എന്തെങ്കിലും ഇത് വരുമെന്ന് എന്റെ മനസ്സിനകത്ത് ഉണ്ടായിരുന്നു. അതൊന്നാമത്തെ കാര്യം. അവരുടെ വീട്ടിലെ കൊടുത്തിട്ട് പറയാണെന്ന് സാർ വിചാരിക്കുന്നത്. പൗഷ്യം തൊട്ട് ഉടുതുണി തൊട്ട് അവർക്ക് വീട്, കാറ്, വണ്ടികൾ, 2 വീലേഴ്സ്, ഇതെല്ലാം ഞാൻ 2014 ഇവരെന്തായിരുന്നു അന്വേഷിക്കുന്നത് അറിയാം. 2021 വിരുദ്ധത്തിൽ ഇവരെന്തായിരുന്നത്. എങ്ങനെയാണ് വിനുവിനെ കണ്ടെത്തുന്നത്? ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങി 2014 ഫെബ്രുവരി 21 തീയതിയാണ്. അപ്പൊ അതിനുശേഷം ഞാൻ കുറച്ചു കാലം ശരണ്യ മനോജിൽ, അതായത് ഗണേഷ് കുമാറിന്റെ പിന്നെ റിലേറ്റീവിന്റെ വീട്ടിലായിരുന്നു. ബാലകൃഷ്ണ സാറിന്റെ നിർദ്ദേശപ്രകാരമാണ് അങ്ങനെ താമസിച്ചിരുന്നത്. കാര്യം അതെന്താണെന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല, സാർ ഊഹിക്കാവുന്നതേ എന്തായിരുന്നു എന്നുള്ളത്. അപ്പൊ അങ്ങനെയാണ് താമസിച്ചിരുന്നത്. ഏകദേശം ഓഗസ്റ്റ് ലാസ്റ്റ് സെപ്റ്റംബറോട് കൂടിയിട്ടാണ് ഞാൻ തിരുവനന്തപുരത്തേക്ക് വരുന്നത് അമ്മയുടെ. അപ്പൊ സമയത്ത് വാടകയ്ക്ക് താമസിക്കുവാണ്. അപ്പൊ എനിക്ക് കോടതി. അപ്പോൾ എന്തായാലും നമ്മൾ ഓരോരുത്തർക്കും ഓർത്തെടുക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും മനസ്സിൽ സൂക്ഷിക്കേണ്ട, മനസ്സിലാക്കി വെച്ചിരിക്കേണ്ട ഒരു പാഠം തന്നെയാണ് ഈ സരിത എസ് നായർ ഇന്ന് അനുഭവിക്കുന്ന ആ ഒരു എന്താ പറയുക, ഇന്ന് അനുഭവിക്കുന്ന ആ ഒരു നരകയാതന നമ്മളുടെ എല്ലാവരുടെയും മനസ്സിലിരിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഓരോ പ്രവൃത്തിയിലേക്കും ഇറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ അത് നമ്മൾ സൂക്ഷിച്ച് വെച്ചിരിക്കണം. കാരണം ഇന്ന് നമ്മൾ ചെയ്യുന്നതിന്റെ ഫലം നാളെ നമുക്ക് എപ്പോഴെങ്കിലും അനുഭവിക്കേണ്ടതായിട്ട് വരും എന്നൊരു ഓർമ്മ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഉണ്ടാവട്ടെ എന്ന് പറയുന്നു. അപ്പോൾ എന്തായാലും ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.